അപ്പോൾ ഇത് നമ്മുടെ പൊങ്കൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പൊങ്കൽ വളരെ വളരെ സ്പെഷ്യലാണ്. പിന്നെ വട, അതാണ് അതിൻ്റെ കറക്റ്റ് കോമ്പിനേഷൻ ഫുഡ്. സാമ്പാറുണ്ട്, പൊങ്കലുണ്ട്, വടയുണ്ട്. പൊങ്കൽ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ്, ഏത് ഗ്ലാസ്സിൽ പരിപ്പെടുക്കുന്നോ അതേ അളവ് ഗ്ലാസ്സിൽ തന്നെ അരി എടുക്കാൻ ശ്രദ്ധിക്കണം. എത്ര എടുക്കുന്നോ അതിനനുസരിച്ച്. എനിക്കിപ്പോൾ ഇത്രയും മതിയായതുകൊണ്ട് ഞാൻ 3/4 ഗ്ലാസ് പരിപ്പെടുത്തിട്ടുണ്ട്. ഇത് വറുത്ത പരിപ്പാട്ടോ, അതുകൊണ്ട് ഇനി അത് വറക്കണ്ട, നമ്മൾ കഴുകിയെടുത്താൽ മാത്രം മതി. ഇനി അരി എടുക്കാം. അതേ അളവിൽ അരി, പച്ചരിയാണ് എടുക്കേണ്ടത്. പച്ചരി ഇത് രണ്ടും കൂടി ഒന്നിച്ചാക്കി കഴുകി എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഈ അളവ് ഗ്ലാസ് ശ്രദ്ധിക്കണം. ഈ അളവ് ഗ്ലാസ്സിൽ തന്നെ വേണം നമ്മൾ വെള്ളം അളന്നെടുക്കാൻ. അപ്പോൾ നമ്മളിത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെള്ളം ഒഴിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ഗ്ലാസ് അരി, ഒരു ഗ്ലാസ് അല്ല 3/4 ഗ്ലാസ് അരി 3/4 ഗ്ലാസ് പരിപ്പല്ലേ എടുത്ത്, അപ്പോൾ അതുപോലെ 4 ഇരട്ടി വെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാൻ നോക്കാം, ഞാൻ ഇതുപോലെ ഈ ഗ്ലാസ്സിൽ ഇത്ര പരിപ്പല്ലേ എടുത്ത്, അപ്പോൾ ഇത്രയും വെച്ചിട്ട് 8 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. 8 ഗ്ലാസ്. 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കാം. നെയ്യൂടെ ചേർത്ത് കുറച്ച് ഉപ്പ്, 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് നല്ല 3-4 വിസിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നെയ്യാണ് പൊങ്കലിന് അതിൻ്റെ ആ ടേസ്റ്റ് കൊടുക്കുന്നതായിട്ട്. അത് കാരണം ഞാനിത് കുറച്ചേ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചുള്ളൂ. പിന്നെ നമ്മൾ കടുക് വറുത്ത് ഒഴിക്കുമല്ലോ, ആ സമയത്ത് ഒഴിക്കാനായിട്ട് ഞാൻ കുറച്ചത് കേട്ടോ. നമുക്കിനി ഇത് വിസിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് ഇരിക്കേണ്ടത്. കണ്ടില്ല, ഇത് ഇതുപോലെ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് വറുത്തിടാം. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഐറ്റംസ് വറുത്തിടാം. അതിന് വേണ്ടി നമുക്ക് നെയ്യ് ഒഴിക്കണം. നെയ്യാണ് പൊങ്കലിൻ്റെ അതേ ടേസ്റ്റ് കൊടുക്കുന്നത്. കുറച്ച് കൂടുതലാണെങ്കിലും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല. അപ്പം ഞാൻ ഇത്രയും നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ട്. കുറച്ചല്ലേ ഉള്ളതുകൊണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു. ഇതിലേക്ക് നമ്മൾ ജീരകം, വലിയ നല്ല ജീരകം അതിട്ടു. കുരുമുളക്, പറങ്ങാണ്ടി, കാഷ്യൂനട്ട് ആൻഡ് കറി ലീവ്സ്. കറി ലീവ്സ് ഇട്ടില്ല, പറങ്ങാണ്ടി, കുരുമുളക്. കറി ലീവ്സ് ഇടിക്കുന്നത് സ്റ്റൈൽ കാണിച്ചപ്പോഴാണ് സംഭവം ആകെ കൈ വിട്ടു പോയി. ഞാൻ പറയാൻ എന്നിട്ട് കറിവേപ്പില ഒന്ന് പൊട്ടി വരട്ടെ. അപ്പം നമുക്ക് കഴിക്കാൻ നല്ല രുചിയായിരിക്കും. നന്നായിട്ട് പൊരിക്കുക. നുള്ള് കായപ്പൊടി അത് മാറി നിൽക്കണം. അന്നേരം കുരുമുളക് പൊട്ടി നമ്മുടെ മുഖത്തെല്ലാം വീഴും, മുഖത്തോ ദേഹത്തൊക്കെ. സ്വല്പം മാറിയിട്ട് അത് പൊട്ടിക്കോട്ടെ. ഇനി നമുക്കിതെടുത്ത് ഈ പൊങ്കലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കൈ കൊള്ളുന്നുണ്ട്. എൻ്റെ ഒരു ഉണ്ടായിരുന്നു, എന്ത് ചെയ്യണം. ഞാനിതങ്ങ് ഒഴിക്കുക കേട്ടോ. എൻ്റെ കൈ കൊള്ളിയ കാരണം ഞാനിത് വീഡിയോ എടുക്കുന്നില്ല. നമ്മൾ എടുക്കുന്ന ഒരു തുണിയോ ഒരു എന്താ പറയുക, പിടിക്കുന്ന ഇത് ഉണ്ടല്ലോ, പക്കടോ, ഒരു സാധനം, അതൊക്കെ ഞാൻ കാണുന്നില്ല. അത് കാരണം ഇതേമാതിരി ഈ കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാൻ. നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പൊങ്കൽ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അറിയാൻ വയ്യാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. പിന്നെ വട, അതാണ് അതിൻ്റെ കറക്റ്റ് കോമ്പിനേഷൻ ഫുഡ്. സാമ്പാറുണ്ട്, പൊങ്കലുണ്ട്, വടയുണ്ട്.